പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. അമേരിക്ക യമനെ ആക്രമിച്ച് കൃത്യം 24 മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് തന്നെ ഹൂതികളുടെ പ്രത്യാക്രമണമുണ്ടായി എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ നിറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും പുകൾപെറ്റ ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന യുദ്ധക്കപ്പലിനെ 18 ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളുമായി ഹൂത്തികൾ ആക്രമിച്ചു എന്നാണ് ഹൂത്തികളുടെ നേതാവായ യഹിയ സരി അഭിപ്രായപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ കപ്പലിനുണ്ടായ കേടുപാടുകളെക്കുറിച്ചൊന്നും വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല. ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ ലഭിക്കൂ എന്നാണ് യാഥാർത്ഥ്യം. പക്ഷേ യഹിയ സരി അതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലിപ്പുകളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള മാധ്യമങ്ങളൊക്കെ ഈ കപ്പലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ പതിക്കുന്നതിൻ്റെ വീഡിയോകളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ചിലയിടങ്ങളിലൊക്കെ വരുന്ന ഒരു പ്രത്യാരോപണം എന്ന് പറയുന്നത് ഇത് പഴയ വീഡിയോ ആണ് എന്നാണ്. എന്തായാലും യമനികളുടെ ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഹാരി ട്രൂമാൻ ആക്രമിച്ചു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഇതിന് നമ്മൾ സ്ഥിരീകരിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിന് പ്രത്യാക്രമണമായിട്ട് അമേരിക്ക വീണ്ടും യമനെ ആക്രമിച്ചു എന്ന ഒരു വാർത്തയാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഹൂതികളുടെ അവകാശവാദം ആയിരിക്കാം കൂടുതൽ ശരി. കാരണം അതുകൊണ്ടായിരിക്കണമല്ലോ അമേരിക്ക വീണ്ടും ഈ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നൊരു വാർത്ത കൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഇത് പഴയ വീഡിയോ ആണ്. ചിലരുടെയൊക്കെ പറയുന്നത് കാർഗോ കപ്പലാണ് ഹൂതികൾ ആക്രമിച്ചത് എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും യഹിയാസാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്, അദ്ദേഹം നൽകുന്ന വിശദീകരണം എന്ന് പറയുന്നത്, ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്ന കപ്പൽ തങ്ങൾ ആക്രമിച്ചു, 10 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചത്, ഒപ്പം ഡ്രോണുകളും ഉപയോഗിച്ച് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മറ്റൊന്നുകൂടി, സീനായ് ഉപദ്വീപിൽ ഹൂതികളുടെ മിസൈൽ വീണു എന്നൊരു വാർത്ത. ഈജിപ്തിൻ്റെ പ്രദേശമാണിത്. മാധ്യമങ്ങളുടെയൊക്കെ ഒരു വിശകലനം അനുസരിച്ച് ഒരുപക്ഷെ ഇത് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വിക്ഷേപിച്ച മിസൈൽ ആയിരിക്കാം. കാരണം ഈ പ്രദേശത്ത് നിന്ന് വെറും 200 കിലോമീറ്റർ അകലെയാണ് ഇസ്രായേലിൻ്റെ എസ്കോൺ എന്ന് പറയുന്ന പട്ടണം. അപ്പോൾ അത് ലക്ഷ്യമാക്കിയിട്ടാണ് ഹൂതികൾ മിസൈൽ അയച്ചത്. ലക്ഷ്യം തെറ്റി ഒരുപക്ഷെ ഈജിപ്തിൽ വീണതായിരിക്കാം എന്ന ഒരു വിശകലനമാണ് ഈ നിമിഷങ്ങളിൽ പുറത്തുവിടുന്നത്. മറ്റൊന്നുകൂടി വരുന്നുണ്ട്. ഹൂതികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രതികരണം എന്ന് പറയുന്നത്, തങ്ങൾ ഗസയെ അനുകൂലിച്ചത് കൊണ്ടാണ് ഇത്തരം ആക്രമണങ്ങൾ തങ്ങൾക്കെതിരെ ഉണ്ടാകുന്നത്. എങ്കിലും ഗസയെ പിന്തുണയ്ക്കുവാനുള്ള തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് തങ്ങൾ അണുകിട പോലും വ്യതിചലിക്കില്ല എന്ന വ്യക്തമായ ഉറപ്പാണ് ഗസയ്ക്ക് ഹൂതികൾ നൽകുന്നത്. അടിക്ക് തിരിച്ചടി ഉണ്ടാകും. അമേരിക്ക എവിടെയൊക്കെ ആക്രമിച്ചാലും ആ ഭാഗങ്ങളിലൊക്കെ തിരിച്ചടി ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് ഹൂതികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടാകുന്നത്. അമേരിക്കയുടെ കപ്പലുകൾ ചെങ്കടലിൽ സുരക്ഷിതമല്ല എന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഹൂതികൾ ഇപ്പോൾ നൽകുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഈ പ്രത്യേകത എന്നത് വെച്ചാൽ ഹൂതികളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ, അമേരിക്കയിലേക്ക് ഹൂതികൾക്ക് ഒരിക്കലും ആക്രമണം നടത്തുവാൻ പറ്റുന്ന ഒരു ശക്തി വിശേഷമില്ല. അവരുടെ മിസൈലുകൾ അത്ര ദീർഘമായ പരിധിയുള്ളതല്ല. ഒപ്പം തന്നെ അവർക്ക് യുദ്ധവിമാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമേരിക്ക ഹൂതികളെ ലക്ഷ്യം വെക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ആ പ്രദേശത്തെ കപ്പലുകളെയോ ചെങ്കടലിലെ കപ്പലുകളെയോ അല്ലെങ്കിൽ ഒരുപക്ഷെയോ ഇസ്രായേലിലെയോ ആയിരിക്കും ഹൂതികൾ ലക്ഷ്യം വെക്കുക എന്നൊരു യാഥാർത്ഥ്യം കൂടി ഇപ്പോൾ അന്താരാഷ്ട്ര യുദ്ധവിദഗ്ധരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റൊന്നുകൂടിയുണ്ട്, ഓൾറെഡി ഇസ്രായേൽ ഒരുപാട് പ്രശ്നങ്ങളിലാണ്. ഇനി ഒരു യുദ്ധം കൂടി ഹൂതികളുമായി നേരിടേണ്ടി വരികയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അത് വളരെ നിർണായകമായിരിക്കും. കാരണം ഹൂതികൾ അവർ എപ്പോഴും വ്യാപൃതരായിരിക്കുന്നത് ചെങ്കടലിലാണ്. ചെങ്കടൽ വഴിയാണ് ഇസ്രായേലിൻ്റെ കൂടുതൽ വ്യാപാര കപ്പലുകളൊക്കെ വരുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിന് ആവശ്യമായ സാധനങ്ങളൊക്കെ കടന്നു വരുന്നത് ചെങ്കടൽ വഴിയാണ്. ഈ ചെങ്കടലിൽ ഇസ്രായേലി കപ്പലുകൾക്കും ഒക്കെ നേരെ ആക്രമണമുണ്ടായാൽ ഇസ്രായേലിൽ സാധനങ്ങൾ വരുന്നതിൻ്റെ ഒരു അളവ് കുറയും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗങ്ങൾ വഴിയായിരിക്കാം ഇസ്രായേലിൽ സാധനങ്ങൾ എത്തുന്നത്. അത് ചിലവ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. ഇസ്രായേൽ സാധനങ്ങളുടെ വില കുത്തനെ ഉയരും എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ഗസയുമായി ബന്ധപ്പെട്ട് ഗസ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിന് നേരെ നിരന്തരം ഹൂതികളുടെ ഭാഗത്ത് നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇസ്രായേലി ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ഇസ്രായേലി സാധനങ്ങളുമായി വരുന്ന കപ്പലുകളെ ഹൂതികൾ നിരന്തരം ആക്രമിച്ചിരുന്നു. അതുമൂലം ഇസ്രായേലിലെ അവശ്യ സാധനങ്ങളുടെ ദൗർബല്യം വളരെയേറെയായിരുന്നു. മാത്രമല്ല, കിട്ടുന്ന സാധനങ്ങളുടെ വില
3 4 ഇരട്ടിയൊക്കെയായി വർദ്ധിച്ചിരുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ സാധനങ്ങൾ വരുന്നതിന് വേറെ മാർഗ്ഗങ്ങൾ ഇസ്രായേൽ സ്വീകരിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ അത് ചിലവ് കൂടിയ മാർഗ്ഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവശ്യ സാധനങ്ങളുടെ ഒരു വില ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം ഇസ്രായേലിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹൂതികൾ ആ മേഖലയിൽ ശക്തമായി പ്രതികരിക്കുന്നത് ഒരുപക്ഷെ ഹൂതികളെ ആക്രമിച്ചാൽ തന്നെ അമേരിക്ക എന്ന് പറയുന്ന ലക്ഷ്യസ്ഥാനം വളരെ ദൂരെ ആയതുകൊണ്ട് തന്നെ കൂടുതൽ അവർ ഇസ്രായേലിനെ കോൺസെൻട്രേറ്റ് ചെയ്യും, ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടാക്കും. അത് ഇസ്രായേലിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിക്കും. ഫാക്ടറികളിലേക്കുള്ള അവശ്യ സാധനങ്ങൾ എത്തുന്നതിനെ, ഒപ്പം തന്നെ ആഹാര സാധനങ്ങൾ എത്തുന്നതിനെയൊക്കെ വളരെയേറെ ബാധിക്കും എന്നൊരു സത്യം കൂടി ഈ അവസരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ വാസ്തവം. എന്തായാലും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി തന്നെയാണ് ഹൂതികൾ മിസൈൽ അയച്ചത് എന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അത് ലക്ഷ്യം തെറ്റി സിനായ് മേഖലയിൽ വീന്താണ്. എന്തായാലും ഇസ്രായേൽ ഇതിനെ സംബന്ധിച്ച് ഈ തങ്ങളെ തന്നെയാണോ ലക്ഷ്യമാക്കിയത് എന്ന് പഠിക്കുന്നതിനായിട്ട് സൈനിക ഘടകങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഹൂതികൾക്കെതിരെ പ്രതിരോധ നടപടികൾ ഉണ്ടാകും എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ്. ഒപ്പം തന്നെ അമേരിക്കയുടെ ഭീഷണി ഉണ്ടാകുന്നത് ഇത് ഹൂതികൾക്ക് ആവശ്യമായ പരിശീലനവും ഒക്കെ കൊടുക്കുന്നത് ഇറാനാണ്. ഈ ചെങ്കടലിൻ്റെ ഭാഗത്ത് ഇറാൻ്റെ സാന്നിധ്യമുണ്ടായാൽ, ഇറാൻ്റെ സൈനികരുടെയോ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളുടെയൊക്കെ സാന്നിധ്യം ഹൂതികൾക്ക് അനുകൂലമായി ഉണ്ടായാൽ, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതുണ്ടായാൽ ആ കപ്പലുകളെയോ സൈനിക ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ആക്രമിക്കുമെന്ന് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഭീഷണി ഉണ്ടാകുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെയുള്ള ഇറാനി സൈനികരെയോ കപ്പലുകളെയൊക്കെയോ ആക്രമിച്ചുവാൽ അവരും തിരിച്ചടിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും മിക്കപ്പോഴും ഇസ്രായേലിനായിരിക്കും പ്രഹരമേൽക്കുക എന്നൊരു സത്യം കൂടിയുണ്ട്. എന്തായാലും സംഗതികളുടെ ഒരു വിശകലനം നടത്തുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്നു തന്നെയാണ് സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുന്നതോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സ്ഥിതി നമുക്ക് വിശദീകരിക്കുവാൻ കഴിയുന്നില്ല. ചർച്ചയും ഒപ്പം തന്നെ ആക്രമണവും എന്ന ഒരു സ്ഥിതിവിശേഷമാണ് അദ്ദേഹം പുലർത്തുന്നത്. മിക്കപ്പോഴും ചർച്ച നടത്തുന്നു, ഒപ്പം തന്നെ ആക്രമണവും ഭീഷണിയും ഒക്കെ നടത്തുന്നു. ഒന്നിനുമില്ല ഒരു സ്ഥിരത എന്ന് പറയുന്നത് പോലെയാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും മധ്യേഷ്യ കൂടുതൽ കലാപരൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷം എന്ന ഒരു സത്യം കൂടി ഈ അവസരത്തിൽ ബോധിപ്പിക്കുകയാണ്. എന്തായാലും പ്രാർത്ഥനയോടെ, ഇത് പുണ്യ റമദാനിൻ്റെ ദിനങ്ങളാണ്, പ്രാർത്ഥനയോടെ നമുക്ക് ലോകസമാധാനത്തിന് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും ഫലസ്തീൻ്റെ വിമോചനം അത് അനധിവിദൂരമല്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടി ഈ അവസരത്തിൽ നമുക്ക് ശുഭാപ്തി വിശ്വാസം നൽകുകയാണ്. എന്തായാലും തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.